ഇത് കൊള്ളാം. സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് പടം വരയ്ക്കുന്നു. അപ്പൊ പിന്നെ നീന്താൻ എവിടെ പോകും? ഇത് ആരുടെ പട്ടിയാ? അത് പട്ടിയോട് ചോദിച്ചാ മതി. അതല്ലേ ചോദിച്ചത്. Ayyo! Oh my God! Hey man, what is this? How dare you? വൃത്തികേട്. See my buggy. See, my baby becomes dirty because of you. എന്താ ദത്ത, ഇതൊരു പാവം പട്ടിക്കുട്ടിയല്ലേ? രാകേഷേ, തന്റെ ഒരു കളി. You? You Sarah, you no, dirty. no, I know you did this. Oh my God! Stupid. പോട്ടെ ദത്ത, സാർ ഒരു തമാശക്ക് ചെയ്തതല്ലേ? ജസ്റ്റ് ഫോർ ഫൺ. You? ഹായ് സീമ, വേർ ആർ യു? എന്താ രാകേഷ്, എന്താ കാര്യം? ഒന്നുമില്ല, പ്രത്യേകിച്ച് എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ആ കാർ ഒന്ന് ഇങ്ങോട്ട് അയക്കാമോ? സോറി, ഇപ്പൊ അയക്കാൻ ബുദ്ധിമുട്ടാ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെയോ? ആ, എവിടെ? ദാ ഇവിടെ. എവിടെ? ദാ ഇവിടെ. ഞാൻ കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? ഇങ്ങോട്ട്. ആ. ഇവിടെ. ഹായ്. Get in, please. ഓക്കെ ഡിയർ. കള്ളി. സീമ എന്നല്ല, നിസ്സീമ എന്നാണ് തനിക്ക് പേരിടേണ്ടിയിരുന്നത്. അതെന്താ? സീമ എന്ന് പറഞ്ഞാൽ ബോർഡർ ലിമിറ്റ് ഒന്നൊക്കെ അല്ലേ? സർപ്രൈസസും ഷോക്സും തരുന്നതിൽ തനിക്ക് യാതൊരു ലിമിറ്റും ഇല്ല. യു ആർ കീപ് ഓൺ ഗിവിംഗ് മീ ഷോക്സ് ആൻഡ് സർപ്രൈസസ്. അതൊരു നെഗറ്റീവ് ആണോ കോംപ്ലിമെന്റ് ആണോ? ഓഫ് കോഴ്സ്, വെരി വെരി പോസിറ്റീവ്. ഓ. എനിവേ, താങ്ക് യു ഫോർ ദ ലിഫ്റ്റ്. എന്തിനാ ഫോർമാലിറ്റീസ് രാകേഷ്? ഐ ആം യുവർ വൈഫ്, നോട്ട് യുവർ ഗേൾഫ്രണ്ട്. ഐ എം സോറി സീമ, എൻ്റെ കോർപ്പറേറ്റ് ലൈഫിൽ ഞാൻ ശീലിച്ചു പോയ ചില ഫോർമൽ പ്രയോഗങ്ങളാണ് ഇതൊക്കെ. താങ്ക് യു. ഇഫ് യു കുഡ്, ആൻഡ് ദാറ്റ് വിൽ ബി പ്ലഷർ, വുഡ് യു മൈൻഡ്, ഐ വിൽ കോൾ യു ബാക്ക്, ലൈക്ക് ദാറ്റ്, ലൈക്ക് ദാറ്റ്. നമ്മുടെ ഫാമിലി ലൈഫിലും അതൊക്കെ പറിച്ചു നടുമ്പോൾ ലൈഫ് വളരെ മെക്കാനിക്കലായി പോവും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വെരി ട്രൂ. മിസ്റ്റർ രാകേഷ് മേനോൻ, MD ഒക്കെ ഓഫീസിൽ, ഇവിടെ യു ആർ സീമാസ് രാകേഷ്. റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് വരിക. തുടങ്ങാതെ എങ്ങനെയാ കഴിയുക? ആണോ? ഒരു ഫൈനൽ റിഹേഴ്സൽ ആൻഡ് ദെൻ ടേക്ക്. ഈ ഗ്യാപ്പ് പ്രൊഡക്ഷൻ ബോയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സ്മോൾ ടിഫിൻ ബ്രേക്ക്. പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയത്? ഹസ്ബൻഡിന്റെ സുഖ സൗകര്യങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി. അതൊരു ഫോർമാലിറ്റി അല്ല. എന്റെ പ്രൊഫഷൻ നമ്മുടെ ഫാമിലി ലൈഫിനെ ബാധിക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തിക്കൊണ്ടേയിരിക്കണം. നല്ല ചൂട് കോഫി ഉണ്ട്, എടുക്കട്ടെ? അയ്യോ, കയറി തന്നില്ലേലും വിരോധമില്ല. ആനന്ദ് ഭവനിലെ സ്വാമിയുടെ കാപ്പി തന്ന് എന്നെ കിടത്തിക്കളയായിരുന്നു. ക്ലബിലെ കാപ്പിച്ചീനയും ചൈനീസ് ടീയും കോൾഡ് കോഫിയൊന്നും റെക്കോർഡിംഗ് തിയേറ്ററിൽ കിട്ടില്ല രാകേഷ്. നോ പ്രോബ്ലം. ഞാനിപ്പോ ഒരു ഫ്രൂട്ട് പഞ്ച് കഴിച്ചതേ ഉള്ളൂ. കം ഓൺ, യു ഹാവ് സം. അയ്യോ, അത്രയും കെയർ വേണ്ട പ്ലീസ്. അയ്യോ, രഘുവാ. ഹായ് രഘു, ഞാൻ എന്താ വന്നോണ്ടിരിക്കുക. ഒരു മാക്സിമം 30 minutes. ഐ വോണ്ട് വേ. ഓക്കെ ഓക്കെ രഘു, എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്നെ ഒന്ന് ക്ലബിൽ വിട്ടിട്ട് പോകും. അയ്യോ രാകേഷ്, എന്നെ സ്റ്റുഡിയോയിൽ വിട്ടിട്ട് പോയിക്കൂടെ? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി സീമ. സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഒന്നുമല്ലല്ലോ. അവിടെ സ്റ്റുഡിയോയിൽ എല്ലാവരും ടേക്ക് എടുക്കാൻ റെഡി ആയിരിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റാ. തുടക്കം മുതൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഒരു ത്രില്ല് പോവും. ഇതുവരെ ഒരു ഫ്രൈഡേ പാർട്ടിയും മിസ് ചെയ്തിട്ടില്ലല്ലോ. ഇന്ന് എനിക്ക് വേണ്ടി യു ക്യാൻ അഫോർഡ് ടു. രാകേഷ് എന്റെ ഒരു റെക്കോർഡിംഗ് അറ്റൻഡ് ചെയ്തിട്ട് എത്ര നാളായി? സീമ പ്ലീസ്, ഇതും പറഞ്ഞ് നമ്മൾ ഒരുപാട് തവണ വഴക്ക് കൂടിയിട്ടുള്ളതാ. തിരിച്ച് ഞാൻ ഒന്ന് അങ്ങോട്ട് ചോദിച്ചോട്ടെ, ക്ലബിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് സീമ എന്റെ കൂടെ വന്നിട്ട് എത്ര നാളായി? സീമ, റെക്കോർഡിംഗ് ക്യാൻസൽ ചെയ്യാൻ വിളിച്ച് പറ, നമുക്ക് ക്ലബിലേക്ക് പോവാം. സോറി രാകേഷ്, ദാറ്റ്സ് അഗെയിൻസ്റ്റ് മൈ പ്രൊഫഷണൽ എത്തിക്സ്. എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഈവനിങ് ഇല്ലാതാക്കണം അല്ലേ? ബഷീർ, വണ്ടി നിർത്ത്. ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം. നീ വണ്ടി വിട്, ഞാൻ ഇയാളെ വിട്ടിട്ട് പോയിക്കോളാം. ഇതാ, ഭാര്യമാര് പ്രൊഫഷണൽസ് ആയാൽ ഭർത്താക്കന്മാരൊക്കെ തെണ്ടിയത് തന്നെ. അപ്പോഴേക്കും പിണങ്ങിയോ? നേരെ നോക്കി വണ്ടി ഓടിക്കടാ, ഇഡിയറ്റ്.
ആ ബഷീർ, നീ നേരെ റെക്കോർഡിംഗ് തിയേറ്ററിലേക്ക് പോയിക്കോ. സീമ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോ. ശരി സാർ. ഹായ്, ഗുഡ് ഈവനിങ്. I was in Kashmir. ഇത് ഒരുപാട് കേട്ടതാ. ഹായ്, Hey Ragesh, very bad yaar. Where were you? ഐ എം സോ സോറി. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫിലിപ്പേ, ട്രയലൊക്കെ പിന്നീടാവാം. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഷോ. കം ഓൺ. ഓക്കെ ഫിലിപ്പ്. ഓക്കെ. ഹായ് രഘു. Hi Rakesh. Why are you so late? ഐ എം സോ സോറി. Meet Miss Andrea from Germany. ഹായ്, നൈസ് നൈസ് ടു മീറ്റ് യു. അല്ല, ഹസ്ബൻഡ് വന്നില്ലേ? നോനോ, പട്ടിയെ നോക്കാൻ വീട്ടിൽ നിർത്തിയിരിക്കുക. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിങ്ങൾക്കേവർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. ഈ ഫിലിപ്പിന്റെ മോൾക്കേ മന്ത്രിയുടെ മോനുമായിട്ട് അടുപ്പമുണ്ടെന്നാ ഷേർലി പറയുന്നത്. പച്ച കള്ളം. മന്ത്രിയുടെ മോനെ എന്റെ മോളുമായിട്ടാ അടുപ്പം. ഷോയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഒരു ക്ലാർനെറ്റ് വിദഗ്ധനാണ്. 4 മണിക്കൂർ തുടർച്ചയായി ക്ലാർനെറ്റ് വായിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച പ്രതിഭയാണ് അദ്ദേഹം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം മിസ്റ്റർ കിടങ്ങറ ജ്ഞാനശീലൻ. വെൽക്കം മിസ്റ്റർ ജ്ഞാനശീലൻ. വരൂ ഫ്രണ്ട്സ്, എ ബിഗ് ഹാൻഡ് ടു മിസ്റ്റർ ജ്ഞാനശീലൻ. ഈ പേങ്ങൻ ക്ലാർനെറ്റ് വായിച്ചിട്ട് എന്ത് കോമഡി കിട്ടാനാ? ഈ ആഴ്ചത്തെ പരിപാടി ചീറ്റി പോവോ? ഏയ്, ഒന്ന് സമാധാനിക്കേ. എന്തെങ്കിലും കാണാതെ നമ്മൾ ഇയാളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കോ? ഈ മണ്ടൻ അറിയാതെ ക്ലാർനെറ്റിന്റെ അകത്ത് കടലാസ് ചുരുളുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുക. റിയലി? ആ, ഇങ്ങനെ ഒരു അവസരം തന്ന ക്ലബ്ബ് ഭാരവാഹികളോടുള്ള നന്ദി ഞാൻ ആദ്യമേ പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. സമയം കളയണ്ട, തുടങ്ങിയാട്ടെ. കോലക്കുഴൽ വിളി കേട്ടു എന്ന പാട്ടാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. ആരാ ഗുരു? കിടങ്ങറ വേലുപ്പണിക്കരാ. ഇങ്ങനെ വായിക്കാനാണോ ഗുരു പഠിപ്പിച്ചു തന്നത്? ഇല്ല, രാവിലെ വായിച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വായിച്ചോ. നേരത്തെ ഇത് നന്നായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നതാ. ഇപ്പൊ സ്വരസ്ഥാനങ്ങളൊക്കെ തെറ്റി. ആ കോലക്കുടൽ ഒന്നുകൂടെ ഒന്ന് വായിക്കുമോ? അയ്യോ, കണ്ടോ എങ്ങനെയുണ്ട്? ഈ ജ്ഞാനശീലനെ തപ്പിയെടുത്തതേ ഞാനാ. ആണോ? ആ, അടുത്ത ആഴ്ച തന്റെ ഉഴവാ. അയ്യോ, ഇതുപോലുള്ള വിഡ്ഢികളെ ഞാൻ എവിടെ പോയി തപ്പും? അതിനെക്കുറിച്ച് ഓർത്ത് താൻ വിഷമിക്കണ്ട. ഇത്തരം സാമ്പിളുകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു ക്ഷാമവും ഇല്ല. ആ, എന്റെ കയ്യിലും വന്ന് വീഴും ഒരു സ്പെസിമെൻ. ആ പാട്ടൊന്ന് നിർത്തിട്ട. ആ പാട്ടൊന്ന് ഓഫ് ചെയ്യാ. വേണ്ടെങ്കി വേണ്ട. ബ്രദർ, ബാക്കിൽ ഏതെങ്കിലും വിൻഡോ സീറ്റ് കാലി ഉണ്ടാവോ? പോയി നോക്കിക്കൂടെ? നോക്കാം അല്ലേ? ബ്രദർ, വിരോധമില്ലെങ്കിൽ ഈ സീറ്റിലോട്ടൊന്ന് ഇരിക്കാമോ? സൈഡ് സീറ്റ് ഇല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു ശ്വാസം മുട്ട് പോലൊക്കെ. വേറെ സൈഡ് സീറ്റൊന്നും വേക്കൻ്റ് അല്ല, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഈ സീറ്റ് അല്പം ഫ്രണ്ടിലോട്ടാക്കാമോ? ആ സീറ്റ് അല്പം ബാക്കിലോട്ടാക്കിയാ പോരെ? ഇതാ പറയുന്നത്, ഈ പുഷ് ബാക്ക് സീറ്റ് ഒന്നും പാടില്ല. ഈ സീറ്റിന്റെ പേര് പുഷ് ബാക്ക് എന്നാണ്, പുഷ് ഫ്രണ്ട് എന്നല്ല. സാർ എറണാകുളത്തേക്കാ? അല്ല, അതെന്താ, എറണാകുളം ഇഷ്ടമല്ലേ? ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് പോണമെന്നുണ്ടോ? അതില്ല,
പിന്നെ എങ്ങോട്ടാ? ആലപ്പുഴ. ഓ, കയറിന്റെയും കായലിന്റെയും നെൽപ്പാടങ്ങളുടെയും നാട്. എനിക്ക് ആലപ്പുഴ ഭയങ്കര ഇഷ്ടാ. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിളമ്പിയോളെ ആലപ്പുഴ ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ട് കേട്ടിട്ടില്ലേ? സംഗീതവും തമ്പി സാറിന്റെ വക. പിന്നെ സാറ് വിചാരിക്കും പോലെയല്ല, ഈ അതിമധുരവും ഇരട്ടി മധുരവും രണ്ടും രണ്ടാ. അതിന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. ഇല്ലേ? വിചാരിച്ചതുപോലെ എനിക്ക് തോന്നി. കേട്ടോ സാറേ, ഈ അതിമധുരം എന്ന് പറയുന്ന ഒരു പലഹാരമാ. എന്നെ പോലുള്ള കലാകാരന്മാർ കണ്ഠശുദ്ധി വരുത്താൻ വേണ്ടി കഴിക്കുന്ന അങ്ങാടി മരുന്ന ഇരട്ടി മധുരം. മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയ സിന്ധു. സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം തന്ത്രിയിൽ പർവണം പെയ്യുമീ ഏകാന്തയാമ ഗീതിയിൽ സ്വന്തമാണെങ്കിലും പർവണം പെയ്യുമീ ഏകാന്തയാമ നോക്കട്ടെ. തുറന്ന് നോക്കണം സാറേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കാണിച്ചു തരാം. സപ്തസ്വരങ്ങൾക്കായി സാദരം സമർപ്പിതം കൃഷ്ണനുണ്ണി തൻ സരള സംഗീത ജീവിതം. ഇത് കണ്ടോ സാറേ? ചെറുകര പീപ്പിൾസ് റീഡിംഗ് റൂം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 7ാമത് വാർഷികം. ലളിതഗാന മത്സരം 3ാം സമ്മാനം. അന്ന് എനിക്ക് 13 വയസ്സേ ഉള്ളൂ. സമ്മാനം തരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാ, പത്മദളാക്ഷി അമ്മ. അടുത്തത് കണ്ടേ, പീപ്പിൾസ് റീഡിംഗ് റൂം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 8ാമത് വാർഷികം. ലളിതഗാന മത്സരം 3ാം സ്ഥാനം. സമ്മാനം തരുന്നത് ചെറുകര SI. ഇത് പീപ്പിൾസ് റീഡിംഗ് റൂം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 9ാമത് വാർഷികം. അല്ലെങ്കിൽ വേണ്ട, ഗവൺമെന്റ് ആർട്സ് കോളേജ് ഡേ സെലിബ്രേഷൻസ് ഗ്രൂപ്പ് മ്യൂസിക് 3rd പ്രൈസ്. എനിക്ക് സിംഗറാണല്ലേ? ഗായകൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഈ സിംഗർ എന്ന് കേൾക്കുമ്പോ തയ്യൽ മെഷീനാണ് ഓർമ്മ വരിക എന്ന് കുറുപ്പ് സാർ എപ്പോഴും പറയും. എന്റെ ജീവിതം ഞാൻ സംഗീതത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് സാറേ. ഏതെങ്കിലും ഒരു ഗുരുവിന്റെ കീഴിൽ സംഗീതം അഭ്യസിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഒരർത്ഥത്തിൽ രവീന്ദ്രൻ മാഷാണ് എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. ഏകലവ്യൻ ദ്രോണാചാര്യർ അറിയാതെ ആയുധവിദ്യ അഭ്യസിച്ചതുപോലെ റേഡിയോയിൽ രവീന്ദ്രൻ മാഷിന്റെ പാട്ടുകൾ കേട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായി. രവീന്ദ്രൻ മാഷ് മാത്രമല്ല, ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ മാഷ്, ബാബുരാജ് സാറേ, എല്ലാം ജീനിയസുകളല്ലേ സാറേ? അവരൊക്കെ ജനിച്ച ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന തന്നെ വലിയ ഭാഗ്യമാണ്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകണോ? എന്ത്? എന്റെ പാട്ട് മൊബൈൽ റെക്കോർഡ് ചെയ്യാൻ പോവാണോ? ഒന്ന് കോളർ ട്യൂണാക്കാൻ. എന്റെ വൈഫിനെ വിളിക്കുകയാണ്. ഭാര്യ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ആരെങ്കിലും വിളിച്ചിരുന്നോ? എത്ര തെളിഞ്ഞ ക്രെഡിറ്റ് ആയല്ലോ, പിന്നെന്താ പ്രോബ്ലം? ഇന്ന് തന്നെ പ്രസന്റ് ചെയ്യാൻ പറയൂ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, എന്താ? ജന്മാന്തരങ്ങളിൽ പാട്ടിന്